കാനന ചാലയിലാടുമക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഏ ഇവിടെ നിന്റെ ക്ലീനിങ് കാണാൻ എന്ത് രസമാണ് ആനന്ദ്. സത്യത്തിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ക്ലീൻ ചെയ്യുന്നവരോട് എനിക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കര ആരാധനയാണ്. ആ ആരാധന പിന്നെ എപ്പോഴാണ് എന്നോടുള്ള പ്രണയമായി മാറിയത്? അറിയില്ല, ഓരോരുത്തരും ഓരോന്നും ക്ലീൻ ചെയ്യുമ്പോൾ തോന്നും ഇതാണെന്ന് ചെക്കനെന്ന്. പിന്നെ എപ്പോഴത് ഞാനാന്ന് തോന്നിയേ? കഴിഞ്ഞ മാസം ഏതോ രാത്രിയില് ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോഴാ. എന്ത് ആത്മാർത്ഥതായിരുന്നു ആ ക്ലീനിങ്ങില്. എന്റെ രാഷ്ട്രപിതാവിന് റോഡ് ക്ലീൻ ചെയ്യാമെങ്കിൽ ഈ സാധാരണക്കാരനായ ആനന്ദിന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തൂടെ? അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്ക് നിന്നോടുള്ള ബഹുമാനം സത്യത്തിൽ കൂടി ആനന്ദ്. എനിക്ക് നിന്നോടുള്ള പ്രണയവും. ആനന്ദ്, ഞാൻ നിനക്കൊരു പ്രണയ സമ്മാനം തരട്ടെ? നിനക്ക് ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ സാറാ. എന്നാ കണ്ണടയ്ക്ക്. എന്റെ സമ്മാനം നീ ഒരിക്കലും മറക്കില്ല. ഇന്നാ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ക്ലീൻ ചെയ്. ഇവനാ ഈയടാ നാണുണ്ടടാ എനക്ക്. അയ്യേ 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 അയ്യോ. സ്വപ്ന എന്നല്ലേ? മോശമായി പോയി. ഇനി അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യേ. എണീറ്റ് പോടാ. അയ്യോ, പല്ല് തേച്ചിട്ട് തരാം. വളയവട്ടം പോലീസ് സ്റ്റേഷനിലെ SIയെ MP സുകുമാരൻ അപമാനിച്ചു. കഷ്ടം. MP എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? പഴയ ചട്ടമ്പിത്തിരൊന്നും മറന്നിട്ടില്ല. കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന ആൾക്ക് ചെറുപ്പക്കാരനായ SIയെ കണ്ടപ്പോൾ അസൂയ തോന്നിക്കാണും. എന്തൊക്കെയാ സുരേഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞേക്കണേ? ഇക്കണക്കിന് ഞാൻ വലിയ സ്റ്റാറാകുമ്പോ എന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കല്ലോ. MP സുകുമാരനല്ലേ, അയാളെ വേണ്ടി വന്ന അതും ചെയ്യും. താങ്ക് യു സാറാ. ഇന്നെന്താ പറ്റി ഒരു പുതിയ രീതിയൊക്കെ? അത് പിന്നെ ആനന്ദ് ഇന്ന് മുതൽ എല്ലാവരെയും ബഹുമാനിച്ചു തുടങ്ങാം. ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്ന് December 11 അതിനെന്താ? അല്ല, പറഞ്ഞേ ഉള്ളൂ. അതെന്തേ നീ എന്റെ മുഖത്ത് നോക്കാത്തെ? ഒന്നുമില്ല. നിനക്കെന്താ ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നോക്കണ എന്റെ മുഖത്ത്, എന്നെ കാണാൻ കൊള്ളൂലേ? നിന്നെ കാണാൻ കൊള്ളും, അതല്ല. ഏതല്ല? എടാ നോക്കാൻ. ഇല്ല. എടാ ജോണി, ഇങ്ങ് വന്നേ. മുഖത്ത് നോക്കില്ല, കണിച്ചിട്ടാ. ദൈവന്റെ മുഖത്ത് നോക്കുന്നില്ല. എന്താടാ നിനക്കവളെ നോക്കിയാ? നോക്കായിരുന്നു, പക്ഷെ എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. നിന്റെ മനസ്സിനിട്ട് 2 പൊട്ടിച്ചാ ശരിയാവും. അത് വേണോ? ആ പഴയ ബെറ്റിന്റെ 5 അടി നീ ബാക്കിയുണ്ട്, മറന്നാളിയാ. ജോണി നോക്കിയപ്പോടാ അവനെ കൊണ്ട്. രാവിലെ തന്നെ നിന്റെ അവലക്ഷണം പിടിച്ച മുഖം കണ്ടിട്ട് ഒരു ദിവസം കളയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വിട്ടേക്കടി, പോട്ടെ. താങ്ക് യു, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി. വെറുതെ രാവിലെ. ചായ കുടിക്കാം. തലക്കടി കിട്ടി. എന്താടാ ഒരു ചിരി? നിന്റെ മുഖം ഓർമ്മ വന്നോ? നിന്റെയും ചിഞ്ചുന്റെയും കല്യാണക്കാരെ ആലോചിച്ച് ചിരിച്ചാ പറഞ്ഞത്. മേലിൽ സ്വപ്നത്തിൽ പോലും ആലോചിച്ചു വരുത് കേട്ടോ പൊട്ടാ. നീ പേടിക്കണ്ടടാ, ഞാൻ ആ സ്വപ്നം വെളുപ്പിനാ കണ്ടേ, ഉറപ്പായിട്ടും ഫലിക്കും. അങ്ങനെ എങ്ങനെ സംഭവിച്ച നിന്നെ കൊന്നിട്ടേ ഞാൻ എന്റെ ഫസ്റ്റ് നൈറ്റിലേക്ക് പോകും. എന്നാ വേണ്ട, നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം നടക്കില്ല എന്ന് പ്രാഗടാ ഞാൻ. താങ്ക്സ് ഡാ. അല്ല രാവിലെ എന്തായിരുന്നു നീ സാറേം തമ്മിൽ? അതൊന്നുമില്ല. അപ്പൊ എന്തോ ഉണ്ട്. പറയടാ. നീ ആരോടെയും പറയോ? പറയും. പറയൂ? ആരോട്? നീ ഇത് എന്നോട് ചോദിച്ചാ ഞാനിത് നിന്നോട് പറയും. അതെ, നീ അത് എന്നോട് പറയണ്ട, ഞാനത് നിന്നോട് പറയാം. ഇനി ആ ചിന്ത പോലും എനിക്ക് വരാൻ പാടില്ല. ഇതിനിപ്പോ ഇങ്ങനെ ഒഴിവാക്കാൻ എന്താ വൈറസാണ്? ഇത് ചക്കാണെങ്കിൽ കാര്യം പറയടാ. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. അത്രയുള്ള? അല്ല, അത്രയുണ്ട്. നീ ബാക്കി കേക്ക്. ഞാനും ഒരു പെൺകുട്ടിയും കൂടെ ഗാർഡനിലൂടെ ആർമാദിച്ച് നടക്കുന്നേ ഞാൻ കണ്ടേ. ഞങ്ങള് പ്രണയം പങ്കിട്ടു. ഞാൻ പിന്നെയും പങ്കിടാൻ പോയപ്പോ കട്ട് കഴിഞ്ഞു. ഇതിലെന്താ അത്ര കുഴപ്പമുള്ളത്?
ഞാൻ കാണുന്ന സ്വപ്നങ്ങളാണെങ്കിൽ പുറത്ത് പറയാൻ പോലും കൊള്ളത്തില്ല, അറിയോ? അതിനല്ലേ സെൻസറിങ്. നീ സെൻസർ ചെയ്ത് പറഞ്ഞാ മതി. സെൻസർ ചെയ്യാനാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല പറയാൻ. അതാടാ സ്വപ്നം, അതാവണവിടാ സ്വപ്നം. അതെന്ത് സ്വപ്ന? അതാണ് സ്വപ്നം. നിനക്ക് പ്രായമാകുമ്പോ മനസ്സിലാവും. എനിക്ക് 24 പക്ഷെ നിന്റെ ബുദ്ധി അത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നിന്റെ സ്വപ്നത്തിന് ഒരു കുഴപ്പമില്ല. അതിന് കുഴപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അതൊന്ന് പറഞ്ഞു തൊലക്കടാ. പറയട്ടെ. പറ. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടി സാറായിരുന്നടാ. എങ്ങനെ തോന്നിയാടാ നിനക്കിത്? ഞാൻ എന്ത് ചെയ്യാനാ, സ്വപ്നല്ലേ. എടാ, അവളെ കുറിച്ച് സ്വപ്നം കാണാൻ നിനക്ക് ഇങ്ങനെ തോന്നിയതാ ഞാൻ ചോദിച്ചത്. അത് തോന്നിയതല്ല, ഞാൻ സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞില്ലേ. മനസ്സിലായില്ലേ? പൊട്ടനാണോ? ചുമ്മാ ഒരാളെ കുറിച്ച് സ്വപ്നം കാണത്തില്ലല്ലോ, എന്തേലും കാരണം ഉണ്ടാവണമല്ലോ. കാര്യണ്ട്. എന്താ അത്? എടാ, ഞാൻ ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. അയാള് പറഞ്ഞത് ഒരു ലക്കി ഗേൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്ന, അവള് വന്ന എന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുന്ന അയാളുടെ പ്രവചനം. അപ്പൊ അതെന്തായാലും സാറായാലെന്ന് ഉറപ്പാ. കാരണം അവള് ജീവിതത്തിലേക്ക് വന്ന സമാധാനം കിട്ടാൻ വല്ല ഹിമാലയത്തിലും പോയി തപസ് ചെയ്യേണ്ടി വരും. അതല്ലടാ, നമ്മുടെ സാറേനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പാടില്ലായിരുന്നു. എനിക്ക് വല്ലാത്ത കുറ്റബോധം. ബോധമേ ഇല്ലാതെ നിനക്കാണ്ട് കുറ്റബോധം. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ജോത്സ്യമൊക്കെ വെറും കളിപ്പീര, പണം തട്ടാനുള്ള ഒരു കളി. പോടാ അവിടുന്ന്. അയാള് പൈസ ഒന്നും വാങ്ങിക്കൂല. പൈസ മേടിക്കത്തില്ലേ? ഇല്ലടാ. പിന്നെ പുള്ളി എന്താ പറഞ്ഞേ? ലക്ഷണം വെച്ച് പറഞ്ഞത് അവൾ ഇതിനകം എന്റെ അടുത്ത് എത്തിന്ന. അതാരാ? അതാ എന്റെ ടെൻഷൻ. സാറാ, പാറു, അശ്വതി, ചിഞ്ചു, അനു, നേഹ, ഇവരെ എനിക്ക് സിറ്റിയിൽ അറിയാവുന്ന പെൺകുട്ടികൾ. ഇവരെല്ലാരും ആണ്. ഏതായാലും അനു അല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? അനു നീ ഇഷ്ടത്തിലായ നിന്നെ ഞാൻ കൊല്ലുമല്ലോ. പിന്നെ നിന്റെ ജീവിതത്തിൽ ലക്കെന്നൊരു ഫാക്ടറിയേ ഉണ്ടാവില്ല. മിക്കവാറും ചിഞ്ചു ആയിരിക്കും. അതാണ് അതിന്റെ ഒരു. അതെന്താ? അത് ഈ ബുദ്ധിയുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണല്ലോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. കാരണം ഞാനും ചിഞ്ചുവും തമ്മിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നെങ്കിലും ഈ ബുദ്ധി വളർച്ച നിങ്ങളുടെ രണ്ടുപേരുടെ ഒരുമിച്ച. ചിഞ്ചു ആനന്ദ്, ആനന്ദ് ചിഞ്ചു, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒന്ന് വേണ? ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. വേണ? വേണ്ട. എല്ലാരും കാണും.